ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയിൽ 9 കോടി രൂപയുടെ ഫൈൻ അടിച്ചത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇത് വരാണ്ടിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയോ? ചെറിയൊരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഇതിൽ ക്യാമറ 1, ക്യാമറ 2. ഇതിൽ നമുക്ക് ഡിസ്റ്റൻസ് വന്നിട്ട് 20 കിലോമീറ്ററാണ് വരുന്നത്. നമ്മുടെ സ്പീഡ് ലിമിറ്റ് വന്നിട്ട് നമുക്ക് 100 കിലോമീറ്ററാണ് സ്പീഡ് ലിമിറ്റ് വരുന്നത്. ഇതിൽ നമ്മൾ 100 കിലോമീറ്റർ അവറിൽ നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ 12 മിനിറ്റാണ് നമുക്ക് ഡ്രൈവിങ്ങിന് വരുന്നത്. ഇതിൽ ടോപ്പ് സ്പീഡിൽ കവർ ചെയ്യുകയാണെങ്കിൽ, ഇതിൽ എക്സാമ്പിൾ ഇടുകയാണെങ്കിൽ നമ്മൾ 10 മണിക്ക് നമ്മളിവിടെ ഫസ്റ്റ് ക്യാമറ 1 പൊസിഷനിലെത്തി. അതിനുശേഷം നമ്മൾ ക്യാമറ 2ലേക്ക് എത്തുമ്പോൾ 10:12 നമ്മൾ എത്തേണ്ടത്. പക്ഷേ നമ്മൾ എത്തിയ സമയം 11 അല്ലെങ്കിൽ 10 ആണെങ്കിൽ ആ സപ്പോർട്ട് സമയത്ത് തന്നെ നമ്മുടെ ഒരു ഫൈന് നമുക്ക് ക്യാമറ 2 എന്നുള്ള പൊസിഷൻസ് നമുക്ക് വരും. അപ്പോൾ ഇതിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്നത് ക്യാമറ വരുമ്പോൾ നമ്മൾ കാറ് സ്ലോ ചെയ്യണം, അതിനുശേഷം നമ്മൾ ആക്സിലേറ്റർ കൂട്ടി ക്യാമറ 2 വരുമ്പോൾ വീണ്ടും നമ്മൾ ബ്രേക്ക് ചെയ്യണം. ഈ ഒരു സിസ്റ്റം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ക്യാമറ 1 തൊട്ട് ക്യാമറ 2 വരെ 12 മിനിറ്റ് മാത്രമേ കറക്റ്റ് വർക്കബിൾ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ക്യാമറ 1 കഴിഞ്ഞ് സ്പീഡ് കൂട്ടി കഴിഞ്ഞാലും ക്യാമറ 2 എത്തുമ്പോൾ സ്പീഡ് കുറച്ചിട്ടും കാര്യം ഉണ്ടാവില്ല. കൺസിസ്റ്റൻറ്റ് നിങ്ങൾക്ക് ഫൈൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബി സേഫ്. ദിസ് ഇസ് ഫീജിൽ കലിംഗൽ ഓട്ടോ കൺസൾട്ടൻറ്റ്. ബൈ.